ബിജെപിയിലേക്ക് വരാൻ തെക്കൻ കേരളത്തിലെ ഉന്നത നേതാവിന്റെ മകൻ ചർച്ച നടത്തി. വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. കൂടാതെ ബിജെപിയിലേക്ക് ചേക്കേറാൻ നിരവധി ആളുകൾ തയ്യാറായിരിക്കുകയാണ് എന്നും, അതായത് CPM നിന്നും ഇനിയും നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് മറോളി ഘട്ടിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. തെക്കൻ കേരളത്തിലെ ഉന്നതരായ ഒരു നേതാവിന്റെ മകൻ ഇക്കാര്യം തന്നോട് ഫോണിൽ സംസാരിച്ചുവെന്നും, ആര് വന്നാലും സ്വീകരിക്കുക എന്നതാണ് പാർട്ടിയുടെ നയമെന്നും, കണ്ണൂരിലെ മണ്ണ് 3-ലേറെ ബലിദാനികൾ ഉള്ളതാണ് എന്നും അവർ പറഞ്ഞു. CPM ആണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്. ചെങ്കൊടി പിടിച്ച ആര് വന്നാലും പൊളിച്ചടുക്കി കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്നും, ഇത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്കല്ല, താൻ പഠിച്ച താമര ചിഹ്നമുള്ള കൊടി കൊണ്ടാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. താൻ നിലവാരമില്ലാത്തയാളാണ് എന്നാണ് EP ജയരാജൻ പറയുന്നത്. പാർട്ടിയിൽ ചേരാനായി പിന്നെ എന്തിനാണ് ഹോട്ടൽ മുറിയിലെ 109-ാം മുറിയിൽ താനുമായി ചർച്ച നടത്താൻ EP ജയരാജൻ വന്നതെന്നും വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. CPMന്റെ കോട്ടയായ വയലാറിലും പുന്നപ്രയിലെയും താമര ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പതിഞ്ഞത്. ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ വന്ന ഒരു നേതാവ് മാത്രമല്ല CPM നിന്നും ഒഴുക്കുണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂത്തുപറമ്പ് ഉൾപ്പെടെ കണ്ണൂരിലെ ഒരു മണ്ഡലവും പാർട്ടിക്ക് ബാലികേറ മലയല്ല. വെറും 2% വോട്ടുള്ള ത്രിപുരയിൽ അധികം പിടിക്കാമെങ്കിൽ 20% വോട്ട് ഉയർത്താൻ കേരളത്തിലും അത് സാധ്യമാണ് എന്നും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ 23 MLAമാർ BJPയുടെ പ്രതിനിധികളായി കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJPയിലും ഒരു കലാപക്കൊടി ഉയരുകയാണ്. തോൽവി സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിലെ പൊരുത്തക്കേട് ചർച്ചയാക്കാൻ ശോഭാ സുരേന്ദ്രൻ പക്ഷം നീക്കം തുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ എത്തിയതിനാൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന നിലപാടിലാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത്. എന്നാൽ അത് അവഗണിച്ചു. അതിനുശേഷം പാർട്ടിക്ക് വിധേയമായി പറഞ്ഞ തരത്തിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ തോൽവിക്ക് കാരണം BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കൊടുകാര്യസ്ഥതയാണെന്നാണ് അവരുടെ നിലപാട്. പാലക്കാട് BJPക്ക് മത്സരിക്കാനാകുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു കൃഷ്ണകുമാർ എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. N ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചുവെന്നും K സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിലുണ്ട്. ഇതിനു പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത്. പാലക്കാട് നഗരസഭയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നിശ്ചലമാകാൻ ശ്രമം നടന്നു. പുറത്തുനിന്ന് എത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചരണം നടത്തുന്നതിനെ ചില കൗൺസിലർമാർ എതിർത്തിരുന്നു. കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തി. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നിട്ടും സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചുവെന്നും സുരേന്ദ്രൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പരസ്യ പ്രസ്താവനയുടെ പേരിൽ N ശിവരാജനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യാൻ ഈ മാസം 7-നും 8-നും BJP നേതൃയോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ സുരേന്ദ്രന്റെ റിപ്പോർട്ടിനെതിരെ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനയും. RSS നിസ്സഹകരണത്തിന് കാരണം സുരേന്ദ്രനാണ് എന്നും ശോഭ ആരോപണം ഉന്നയിച്ചേക്കും. BJPക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി പോയതോടെ തന്നെ RSS ഏകോപനം തളർന്നിരിക്കുകയാണ്. RSS പ്രതിനിധിയെ BJPയിൽ നിന്നും പുറത്താക്കാൻ സുരേന്ദ്രൻ ഗൂഢാലോചന നടത്തിയെന്നും, ഈ ഗൂഢാലോചനയുടെ തിരിച്ചറിവിലാണ് K സുഭാഷിനെ RSS ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും തിരിച്ചു വിളിച്ചതെന്നും, ഇതിന് കാരണക്കാരനായ സുരേന്ദ്രനാണ് തോൽവിയുടെ ഉത്തരവാദി എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ നിലപാട്. BJPക്ക് സംസ്ഥാനത്ത് ഏറ്റവും സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഉത്തരവാദിത്തം സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിൽ കലാപക്കൊടി ഉയരുകയാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യമടക്കം നേതാക്കൾ ഉന്നയിച്ച സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജിസന്നദ്ധ അറിയിക്കുകയും ചെയ്തിരുന്നു. തോൽവിയിൽ കേന്ദ്രം നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്നാൽ ഏകപക്ഷീയമായ റിപ്പോർട്ടാണ് സുരേന്ദ്രൻ നൽകിയതെന്നാണ് ആക്ഷേപവും. റിപ്പോർട്ടിൽ PK കൃഷ്ണദാസ് പക്ഷത്തെ കടന്നാക്രമിക്കുന്നില്ല. ശോഭയെ ഒറ്റപ്പെടുത്താനാണ് ഇതെന്നാണ് സൂചന ലഭ്യമാകുന്നതും. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാനത്തെ BJPയിൽ K സുരേന്ദ്രനെതിരെ വമ്പൻ പടയൊരുക്കമാണ് നടക്കുന്നത്. സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയാക്കിയത് അടക്കം പാലക്കാട് തീരുമാനങ്ങളെല്ലാം എടുത്തത് സുരേന്ദ്രൻ ഒറ്റയ്ക്കാണ് എന്ന് എതിർചേരിയും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. V മുരളീധരൻ അടക്കമുള്ളവർ തോൽവിയുടെ ഉത്തരവാദി K സുരേന്ദ്രനാണ് എന്ന തരത്തിലാണ് പ്രതികരിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.